ഇന്ന് നമ്മൾ സെമി പട്യാല പാൻസിൻ്റെ കട്ടിങ്ങാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മളെ വീതിക്കനുസരിച്ച് തുണി മടക്കേണ്ടതാണ്. തുണി മടക്കിയിട്ട് ഇപ്പോൾ 4ആയി മടക്കിയ തുണിയാണിത്. അതായത് 2ആയി മടക്കിയ ആ പീസ് അങ്ങനെ തന്നെ, പിന്നെ വീണ്ടും ഒന്നും കൂടി മടക്കിയപ്പോൾ 4ആയി മടക്കി. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഈ തുണീൻ്റെ വീതി ഒരു 44 ഇഞ്ച് വീതി തുണീനെയാണ് 22ആയിട്ട് മടക്കി അതിനെ വീണ്ടും മടക്കി 4ആയിട്ട് മടക്കി വെച്ചു. 2 പീസും 4ആയി മടക്കി. ഇത് നമ്മളെ ഇഷ്ടം പോലെ ഇനി തിരിച്ച് അങ്ങോട്ടായിട്ട് മടക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ വീതി നീളം എങ്ങനെയാണ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കാം. ഇപ്പോൾ കൂടുതലാണ് നമുക്ക് വീതി വേണ്ടതെങ്കിൽ ഇങ്ങനെ മടക്കിയാൽ പറ്റില്ല, ഇങ്ങനെ മടക്കണം. നമ്മൾ ഈ വിധത്തിൽ മടക്കി കൊടുക്കുക. അതിൻ്റെ തുണിൻ്റെ നീളം 4ആയി മടക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ വീതിയാണ് മടക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മടക്കിയിട്ട്, കാരണം എനിക്ക് ഇത് കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ള തുണിയായതുകൊണ്ട് 22 മതി. കാരണം അധികം വീതിയാകുമ്പോൾ ഈ ടൈപ്പ് തുണിയിൽ കുറച്ചൊരു അധികം ഫ്രില്ലാകുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ട് പക്ഷേ സെമി പട്യാല പാൻസിന് എപ്പോഴും നല്ലത് കുറച്ചൊരു കുഴഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് തുണിയാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെയുള്ള തുണിയാകുമ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ ഈ 22 ഇഞ്ച് വീതിയിലായ തുണീൻ്റെ വീതി 2ആയി മടക്കിയിട്ട് വീണ്ടും അതിനെ നീളം 2ആയി മടക്കുമ്പോൾ 4ആയി മടക്കിയ ആ ഇതിലായി തീർന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്താൽ, അപ്പോൾ എന്താണ് ഫസ്റ്റ് പിന്നെ വീതി ഇപ്പം മടക്കി കഴിഞ്ഞു, അത് വിഡ്ത്തിനനുസരിച്ച് മടക്കി. ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അത് 2 സ്ഥലത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് ലൈൻ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്ഥലത്ത് മാർക്ക് ചെയ്യാം. ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്, അതായത് ഈ ഓപ്പൺ സൈഡ്, ഇതാണ് ഓപ്പൺ സൈഡ്, ഇത് നമ്മളെ മടക്കിയ ഭാഗമാണ്. അപ്പോൾ ഈ ഓപ്പൺ സൈഡിൽ നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്രോച്ച് ലെങ്ത്ത് എത്രയാണ് നമുക്ക് കിട്ടിയത് ആ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 4ാമതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ആംഗിൾ വിഡ്ത്താണ്. അപ്പോൾ ഈ മടക്കിയ ഭാഗത്തുനിന്ന് അങ്ങോട്ടായിട്ട് ഇങ്ങനെ നമുക്ക് ആംഗിൾ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ആംഗിൾ വിഡ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടത്, നല്ല ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച്, അല്ല ഒരു സാധാരണ ഇതിലാണെങ്കിലും അതിനനുസരിച്ച് നമ്മളെ കാലിൽ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ക്രോച്ച് ലെങ്ത്തും ആംഗിൾ വിഡ്ത്തും കൂടിയിട്ട് നമ്മൾ മാർക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് മാർക്ക് ചെയ്യാം. അത് നേരെ രണ്ടും കൂടി ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാഫ് വരക്കും പറഞ്ഞത്. ഇങ്ങനെ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കാലിൻ്റെ ഭാഗം നല്ല ലൂസായി നിൽക്കും. അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് അങ്ങനെ തന്നെ ചെയ്താൽ മതി. ചിലർക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. പക്ഷേ കുറച്ചുകൂടി ഇതിൻ്റെ ശരിയായ ഒരു ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഭാഗം കുറച്ചൊന്ന് ഒതുങ്ങണം, എന്നാൽ ഈ ഭാഗം കുറച്ച് ലൂസും വേണം. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ലൂസ് ഇല്ലെങ്കിൽ ഇവിടെ പ്ലീറ്റ്സ് ഒരു വലിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. അതായത് ഇതിനെ നമ്മൾ ഈ പിന്നെ മാർക്ക് ചെയ്ത് ഈ ഇങ്ങനെ നമ്മൾ വരച്ച ഈ ലൈനിനെ നമ്മൾ നേരെ പകുതിയാക്കി വെക്കാം. 23 പറയുമ്പോൾ 13.5. ഇനി ഇതിനെ വീണ്ടും പകുതിയാക്കാം. ഈ 13.5 അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര കിട്ടുന്ന അളവിന് ഇതിനെ വീണ്ടും മാർക്ക് ചെയ്യാം. 6.25. അതുപോലെ ഇവിടെയും 6.25. അപ്പോൾ 4 മാർക്ക് വന്നു. അതായത് ആദ്യം ഈ ലൈൻ വരച്ചു, ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു, അതിനെ വീണ്ടും സെൻറ്റർ നോക്കി 2 ഭാഗത്തേക്കും. പിന്നെ ഈ താഴെ കാലിൻ്റെ ഭാഗത്ത് അകത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ പുറത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് കാലിൻ്റെ ഭാഗം അകത്തേക്കാക്കി മീത ഭാഗം പുറത്തേക്കുമാക്കി. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാം. ഈ 1 ഇഞ്ചിനേക്ക് വരാം. നമ്മൾ കൈ സ്ലീവൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിനെ വരക്കൂലേ ആർക്ക്, അതുപോലെ. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ കുറച്ച് ഇവിടത്തേക്ക് വരാം. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഇതേപോലെ പുറത്തേക്ക് വരച്ചു കൊടുക്കാം. പുറത്തേക്ക് വരച്ചു കൊടുക്കാം. നമ്മളെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാം.
ബെൽറ്റ് കട്ട് ചെയ്യാം. അപ്പോൾ ബെൽറ്റ് നമുക്ക് എവിടെയാണ് നമ്മളെ അളവിന് കിട്ടുന്നതിന് ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്താലും കുഴപ്പമില്ല. തുണി തയ്ഞ്ഞില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ഇപ്പോൾ ഒറ്റ പീസ് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മളെ അളവിനനുസരിച്ച് വീതിയുള്ള തുണി ആക്കിയെടുത്താൽ മതി. ഇപ്പം ചെറിയ പീസുകളേ ഉള്ളൂ എങ്കിൽ അത് ജോയിൻ ചെയ്തിട്ട് എടുത്താൽ മതി. അല്ല ഇങ്ങനെ ഒന്നിച്ച് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ എനിക്കത് ഒന്നിച്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് മാർക്ക് ചെയ്യാണ്. നമുക്ക് ആവശ്യമുള്ള എടുത്തെടുക്കാം. ഇത് രണ്ട് സൈഡിലും എടുത്ത് കൊടുക്കാം. അത് ലൈൻ വരക്കാം. ഇനി അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് ഒരു 2-3 സ്ഥലത്ത് മാർക്ക് ചെയ്യാം. നമ്മളെ വെടുത്തിനനുസരിച്ച് മടക്കി രണ്ടായിട്ട് മടക്കിയതാണ്. ഇത് മടക്കിയ ഭാഗം പിന്നെ ലെങ്ത്തും മാർക്ക് ചെയ്ത് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് ചരടടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 1.5 ഇഞ്ച് വീഴ്ത്തിൽ ഇങ്ങനത്തെ കുറച്ച് പീസുകൾ, അത് നീളത്തിൽ തന്നെ ഫുള്ള് കിട്ടണമെന്നില്ല, ചെറിയ ചെറിയ പീസായിട്ട് പിന്നെ അത് ജോയിൻ ചെയ്തെടുത്താൽ മതി. അതുകൂടാതെ ഇനി നമുക്കിതിൻ്റെ കാലിന്, അതായത് ആംഗിൾ ഭാഗത്ത് ഈ പട്ടിയാല പാൻസിന് കുറച്ച് സ്റ്റിഫായിട്ടുള്ള വിധത്തിലാണ് ഉണ്ടാവൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവാസ്, ഇതുപോലെ റോള് ക്യാൻവാസ് ഈ കാലിന് നമ്മളെത്ര വിധത്തിലാണ് കാലിൻ്റെ ഇതെടുത്തത് അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ആ ഒരു വിധത്തിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഈ ടൈപ്പ് റോൾ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കട്ടിയുള്ള തുണി വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ പേപ്പർ ക്യാൻവാസോ അതുപോലെ മുറിച്ച് വെച്ച് കൊടുത്താലും മതി. ഇനി അതും ഒന്നും ഇഷ്ടമില്ല, കുറച്ച് പിന്നെ സാധാ ഇതിലാണ് വേണ്ടതെങ്കിൽ, ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ വെറുതെ മടക്കി അടിച്ചാലും മതി. അപ്പോൾ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മുറിച്ച് വെക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.